സിന്ദൂരരേഖ ഭാഗം 91. അന്നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. പക്ഷേ അതവൻ ഇങ്ങനെയൊക്കെ എടുക്കുന്ന രീതിയിൽ പറഞ്ഞു പോയതല്ല. അമ്മാളുവിൻ്റെ മനസ്സ് നോവോടെ ഓർത്തു. ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിൽ പോലും പറഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് അമ്മാളുവിൻ്റെ ഹൃദയം കുറ്റബോധത്താൽ നീറി. അവനെ ഒന്ന് നോക്കാമെന്ന് കരുതി പുറത്തേക്കിറങ്ങി ചെന്നപ്പോൾ തന്നെ അവൻ്റെ കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നതാണ് അവൾ കണ്ടത്. കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു നീക്കിക്കൊണ്ട് തിരിഞ്ഞപ്പോൾ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെയാണ്. അവൻ എവിടെ പോയതാണ്? എനിക്കറിയില്ല അമ്മേ. താൻ കരയുകയായിരുന്നു എന്നാ ഇരുട്ടിൽ അമ്മ മനസ്സിലാക്കില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ ശബ്ദത്തിൽ പതർച്ച വരാത്ത രീതിയിൽ അമ്മയോട് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മാളു? ഇല്ല, കുഴപ്പമൊന്നുമില്ലമ്മേ. മനുവേട്ടനിപ്പോൾ വരുമായിരിക്കും. അവളുടെ മറുപടി കേട്ടതും അമ്മ അതിനൊന്ന് മൂളി. വീണ്ടും അവിടെ നിന്നാൽ ഇനിയും അമ്മ എന്തെങ്കിലുമൊക്കെ തന്നോട് ചോദിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ വേഗം തന്നെ തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. പക്ഷേ അമ്മാളുവിൻ്റെ പരുങ്ങലോടെയുള്ള ആ ഒരു പതർച്ച നിറഞ്ഞ പെരുമാറ്റത്തിൽ നിന്നും അവളുടെ ഇടറിയ പോലുള്ള ആ ശബ്ദത്തിൽ നിന്നും തന്നെ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. എങ്കിലും അത് നാളെ മനു US പോകുന്ന കാര്യം പറഞ്ഞതിലുള്ള വിഷമമായിരിക്കും എന്ന് കരുതിയിട്ടാണ് അമ്മ പിന്നെയും അതിനെക്കുറിച്ച് ചോദിച്ച് അവളെ വീണ്ടും വിഷമിപ്പിക്കാതിരുന്നത്. മനുവിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന് നോക്കിയതാണ്. അവളോട് കാര്യം തിരക്കി കഴിഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയും മുറിയിലേക്ക് പോയിരുന്നു. മുറിയിലേക്ക് വന്ന് ഒരുപാട് സമയം അവനെ കാത്തിരുന്നുവെങ്കിലും അവൻ വരുന്നുണ്ടായില്ല. ഫോണിലേക്ക് പലതവണ അമ്മാള് വിളിച്ചു നോക്കിയെങ്കിലും ഫോണും എടുക്കുന്നില്ല. അതുകൂടി ആയതും അവൾക്കാകെ ടെൻഷനാകാൻ തുടങ്ങിയിരുന്നു. അമ്മയോടും ഉണ്ണിയോടും കാര്യം പറയാനാണെങ്കിൽ അവനിപ്പോൾ അങ്ങനെ പോയതിനുള്ള കാര്യം എന്താണെന്ന് കൂടി പറയേണ്ടി വയ്യും. അതുകൊണ്ട് അതിനും വയ്യ എന്ന പോലുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവൾ അന്നേരം. ഒത്തിരി സമയം വീണ്ടും അവൻ്റെ ഫോണിലേക്ക് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ഇരുന്നു. രാത്രി ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴേക്കും മനുവിൻ്റെ കാറ് വരുന്ന ശബ്ദം കേട്ടു. താഴേക്ക് പോയി നോക്കാൻ ഒരുങ്ങി സ്റ്റെപ്പ് വരെ എത്തിയപ്പോഴേക്കും അവൻ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവനെ ഒന്ന് നോക്കി അമ്മാള് തിരികെ മുറിയിലേക്ക് തന്നെ പോയി. അവൻ മുറിയിലേക്ക് വന്ന് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ ആത്മാവിലേക്ക് കയറിപ്പോയിരുന്നു. അമ്മാളും അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവൻ അകത്തു നിന്ന് റൂം ലോക്കും ചെയ്തിരുന്നു. ഒരുപക്ഷെ അവൻ തന്നോട് ദേഷ്യത്തിൽ എന്തെങ്കിലും തിരികെ പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവൻ കാണിക്കുന്ന ഈ അവഗണന, അത് അവൾക്കൊട്ടും താങ്ങാനാവുന്നില്ലായിരുന്നു. പറയരുതായിരുന്നു ഒരിക്കലും. അപ്പോഴും അവളുടെ ഹൃദയം അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം കരഞ്ഞു തളർന്നു കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ അവൾ ഉണർന്നപ്പോഴും വൈകിപ്പോയി. പതിവിലും ഒരുപാട് വൈകിയാണ് അവൾ ഉറക്കമുണർന്നത്. ഉറക്കമുണർന്നപ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവങ്ങളാണ്. അവൾക്ക് അതോർത്തപ്പോൾ തന്നെ മനസ്സാകെ ഒരു ഭാരം തോന്നി. വേഗം തന്നെ അവൾ ആത്മാവിൻ്റെ ഡോറൊന്ന് നോക്കി. അത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് കണ്ടതും അവൻ അതിനുള്ളിൽ നിന്ന് പോയി എന്നവൾക്ക് മനസ്സിലായി. കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ചെന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് രാത്രിയാണ് മനുവിന് ഫ്ലൈറ്റ്. താഴേക്ക് ചെന്നപ്പോൾ ഉണ്ണി ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാണ്. ഹാ, നീയെങ്കിലും വാ. ഏട്ടനുമില്ല, അമ്മ എന്തോ വ്രതത്തിലാണ്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുമായിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ ഉണ്ണി അരികിലേക്ക് വിളിച്ചു. അതിന് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവൾ അവനരികിലേക്ക് വന്നു. ഉണ്ണിയേട്ടൻ കഴിച്ചോ? ഞാനിപ്പോൾ ഫ്രഷായി വന്നതേ ഉള്ളൂ. എനിക്ക് വിശപ്പൊന്നും തോന്നുന്നില്ല. അത് പറഞ്ഞ് അവൾ അമ്മയുടെ അടുത്തേക്ക് പോയി. നോക്കുമ്പോൾ അമ്മ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ചേച്ചിയെ ഹെൽപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. അമ്മ ഇന്ന് വ്രതമാണെന്ന് പറഞ്ഞു. ഉണ്ണി പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് അവൾ സംശയത്തോടെ അമ്മയോട് തിരികെ ചോദിച്ചു. ആ, നാളെ അമ്മയുടെ തറവാട്ടിലൊരു പൂജ തുടങ്ങുവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വ്രതം എടുക്കാൻ ഏട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അതെന്താ ഇപ്പോൾ പെട്ടെന്നൊരു പൂജ? ഇതെല്ലാ വർഷവും നടത്തി വരാറുള്ളതാണ്. ഞാൻ പോകാറില്ലെന്ന് മാത്രം. ഇപ്പോൾ കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഏട്ടൻ എന്നെയും വിളിച്ചു. എന്നിട്ട് അമ്മ നാളെ എപ്പോൾ പോവും? ഞാൻ നാളെ വൈകിട്ട് പോവുള്ളൂ. ഇന്ന് വ്രതം എടുക്കണം. നാളെ പച്ചക്കറി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അമ്മാളും ഒന്ന് മൂളി. വീണ്ടും അമ്മയെ ചുറ്റിപ്പറ്റി അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിന്നു. പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഉണ്ണി അവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു അമ്മ. പോയി കഴിക്കമ്മാളൂ. ഇനി എപ്പോഴാ? മനു എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിരിക്കുവാണ്. അത്രമാത്രം അവൾക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു. അവൻ എവിടെ പോയി? അതറിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് പകുതി ആശ്വാസമായി. ഇത്രയും നേരം ഉള്ളു നീറി പുകയുകയായിരുന്നു. എങ്കിലും പുറമെ ബാക്കിയുള്ളവരെ അറിയിക്കണ്ടല്ലോ എന്ന് കരുതി ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു നിന്നു. ഉണ്ണിയുടെ കൂടെ വന്നിരുന്നുവെങ്കിലും ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല അവൾക്ക്. പ്ലേറ്റിലേക്ക് ഇഡലി എടുത്ത് വെച്ചിട്ടും അത് വായിലേക്ക് വെക്കാൻ തോന്നുന്നില്ല. എന്താടി, ഏട്ടൻ പോകുന്നതിൻ്റെ വിഷമാണോ?
അവളുടെ ഈ ചെയ്തി കണ്ടതും ഉണ്ണി തമാശ പോലെ ചോദിച്ചു. എങ്കിലും അവനെ നോക്കി ഒരു വാടിയ പുഞ്ചിരിയാണ് അവൾ തിരികെ കൊടുത്തത്. അത് കണ്ടതും അവൾക്ക് എന്തോ വിഷമമുണ്ട് എന്നുള്ളത് അവന് മനസ്സിലായി. എങ്കിലും അത് ചിലപ്പോൾ മനു US പോകുന്നത് കാരണമാകും എന്ന് തന്നെ അവനും കരുതി. രാവിലെ പോയ മനു എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ വന്നപ്പോഴേക്കും ഉച്ച സമയമായിരുന്നു. അന്നേരം സോഫയിൽ തന്നെ ഇരുന്നിരുന്ന അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. അവൻ തന്നെ അവഗണിക്കുന്നത് അവൾക്ക് കണ്ടു നിൽക്കാനാവുന്നില്ലായിരുന്നു. അവൻ തന്നോട് മിണ്ടിയില്ലെങ്കിലും അവൾക്ക് അവനോട് തിരികെ മിണ്ടാതിരിക്കാനാവുന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ കയറിപ്പോയതിൻ്റെ പിന്നാലെ തന്നെയായിട്ട് അവളും മുറിയിലേക്ക് കയറി ചെന്നു. മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ ബാഗിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അടക്കി വെക്കുകയാണ്. പാക്കിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഇത് ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതാണ്. മനുവേട്ടാ. ശബ്ദത്തിൽ പതർച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പരമാവധി ശ്രമിച്ചുവെങ്കിലും അവൾക്കത് കഴിഞ്ഞില്ല. അവൾ വിളിക്കുന്നത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി. അവളുടെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ടതും അതുപോലെ തന്നെ അവൻ അസ്വസ്ഥതയോടെ അവളിൽ നിന്ന് മുഖം തിരിച്ചു. മനുവേട്ടാ, ഇന്നലെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. വേണ്ട സംസ്കൃതി, നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇനി ഡിസ്കസ് ചെയ്യണ്ട. അത് വീണ്ടും സംസാരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തതുപോലെ അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ചു. അമ്മാള് നോവോടെ അവനെ നോക്കി. അവൻ്റെ അവഗണന, സംസ്കൃതി എന്ന വിളി, അതൊന്നും അവൾക്ക് താങ്ങാൻ പോലും ആവുന്നില്ലായിരുന്നു. 2 ദിവസം മുൻപ് വരെ തന്നെ ഒരിടത്തേക്കും വിടാതെ അവനിൽ മാത്രം ഒതുക്കി പിടിച്ചിരുന്നവനാണ്. അവൻ്റെ പ്രണയമഴയിൽ പലതവണ മുങ്ങി നിവർന്നതാണ് താൻ. തന്നിൽ നിന്ന് അകന്നു മാറാതെ തന്നിലേക്ക് ഒഴുകി ചേർന്നവനാണ്. മനുവേട്ടാ, പ്ലീസ്, വേണ്ട, ഐ ആം ഓൾറെഡി സ്ട്രെസ്ഡ്. ഇനി ഇതും കൂടി ആലോചിച്ച് ടെൻസ്ഡ് ആവാൻ എനിക്ക് വയ്യ. സോ ഇപ്പോൾ ഈ സംസാരം വേണ്ട. പ്ലീസ് ലീവ് മീ അലോൺ. ഗൗരവത്തിലാണ് സംസാരിച്ചു തുടങ്ങിയതെങ്കിലും ഒടുക്കം അവൻ ദയനീയമായിട്ട് എന്നതുപോലെയാണ് അവളോട് സംസാരിച്ചു നിർത്തിയത്. അവൻ തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ഒരുപാട് തവണ അവളായിട്ട് തന്നെ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും അവൾ പറഞ്ഞു പോയ കാര്യങ്ങൾ അവൻ്റെ ഉള്ളിൽ അത്രമാത്രം വേദനയുണ്ടാക്കിയത് കൊണ്ടാകാം എത്രയൊക്കെ അവൾ പിന്നാലെ നടന്നിട്ടും അവൻ അവളോട് സംസാരിക്കാനോ അവളോട് എന്തെങ്കിലും തിരികെ പറയാനോ കൂട്ടാക്കുന്നില്ലായിരുന്നു. രാത്രി 9 മണിക്കാണ് മനുവിൻ്റെ ഫ്ലൈറ്റ്. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മനു പോകുന്നത് കൊണ്ട് തന്നെ അമ്മ അടുക്കളയിൽ നല്ല രീതിയിൽ ജോലിയിലാണ്. അവന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട്. കൂടാതെ ഉണ്ണിയും ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാതെ വീട്ടിൽ തന്നെയുണ്ട്. എന്താടി നിന്റെ മുഖമാകെ വല്ലാതിരിക്കുന്നല്ലോ. മനുവിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാനായിട്ട് അമ്മാള് കൂടി വരാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ്. മനു പോകുന്നതിന് വേണ്ടി ഡ്രസ്സൊക്കെ മാറുന്നതിനായി മുറിയിലേക്ക് പോയ സമയം അമ്മാളും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതും ഉണ്ണി വന്ന് അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ഉണ്ണിയേട്ടാ. അവനെ നോക്കി വാടിയൊരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് അവൾ ഒന്നുമില്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ മനു US പോകുന്നതിലുള്ളൊരു വിഷമമായിരിക്കും അവൾക്കെന്ന് കരുതി അവനും പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. കാരണം താൻ കൂടി ചോദിച്ച് ഇനി അവൾക്കുള്ള വിഷമം കൂട്ടണ്ട എന്ന് അവനും കരുതി. ഈ ഏട്ടൻ അവിടെ എന്തെടുക്കുക? 5 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ 4:50 കഴിഞ്ഞല്ലോ. കുറച്ചു നേരം കഴിഞ്ഞിട്ടും മുകളിലേക്ക് പോയ മനു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് താഴേക്കിറങ്ങി വരുന്നില്ല എന്ന് കണ്ടതും കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ഉണ്ണി പറഞ്ഞു. അമ്മാള് പോയി മനുവിനെ ഒന്ന് നോക്കിയിട്ട് വന്നേ. ഉണ്ണി അങ്ങനെ പറയുന്നത് കേട്ടതും അടുക്കളയിൽ നിന്ന് അമ്മ ഇറങ്ങി വന്നുകൊണ്ട് അവളോട് പറഞ്ഞു. ആഗ്രഹിച്ചിരുന്ന കാര്യമായതുകൊണ്ടും മുകളിലേക്ക് പോകാൻ അവളുടെ മനസ്സിൽ തിടുക്കം കൂട്ടുന്നുണ്ടായിരുന്നത് കൊണ്ടും പറയാൻ കാത്തിരുന്നത് പോലെ അവൾ വേഗം മുകളിലേക്ക് നടന്നു. പാവം, ഏട്ടൻ പോകുന്നതിൽ അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടതും ഉണ്ണി അമ്മയോടെന്നതുപോലെ പറഞ്ഞു. അത് കേട്ടതും അമ്മയൊന്ന് മൂളി. മനുവേട്ടാ, ഉണ്ണിയേട്ടൻ വരാൻ പറഞ്ഞു. മുകളിലേക്ക് കയറി വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറിക്കൊണ്ട് അവനെ വിളിച്ചു. അവൻ കണ്ണാടിയിൽ നോക്കി തൻ്റെ നീളൻ മുടി മുന്നിലേക്ക് വരാത്ത രീതിയിൽ കെട്ടിവെക്കുന്ന തിരക്കിലായിരുന്നു. അവളുടെ ശബ്ദം കേട്ടതും അവൻ വാതിൽക്കലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ വന്നേക്കാം. അവൻ പറഞ്ഞതും അവൾക്ക് താഴേക്ക് തന്നെ തിരികെ പോവുക എന്നത് മാത്രമായിരുന്നു മാർഗം. എങ്കിൽ പോലും മനസ്സതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയും ഇയാളെ ഇങ്ങനെ കാണണമെങ്കിൽ 2 മാസം കാത്തിരിക്കേണ്ടി വരും. ആ ഓർമ്മയിൽ തന്നെ അവളുടെ കൈ ആ ഹാൻഡിലിലൊന്ന് മുറുകി. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും താൻ അവൻ്റെ ഹൃദയത്തെ നോവിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നോവുന്നത് നിങ്ങൾ കാണുന്നില്ലേ മനുവേട്ടാ? ഇത്രയ്ക്കും എന്നെ അവഗണിക്കാൻ മാത്രം ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചോ? അവൻ അവളെ നോക്കാതെ കണ്ണാടിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവളുടെ ഹൃദയം സ്വയം അവളോട് ചോദിച്ചു പോയി. അടുത്ത നിമിഷം അവൾ ഒന്നും ചിന്തിക്കാതെ അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ചു. വാതിലടയുന്ന ശബ്ദം കേട്ടതും മനു മുഖമുയർത്തി അങ്ങോട്ട് നോക്കി.
തൻ്റെ അടുത്തേക്ക് വരുന്നവളെ അവൻ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.